എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും മഴക്കാലത്ത് പറമ്പിലിങ്ങനെ വെള്ളം പൊങ്ങും, ഉറവ പോലെ. അത് ഒരു ദിവസമൊക്കെ കണ്ടിന്യൂസ് മഴ പെയ്താൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു, അപ്പോൾ കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കിണർ കുത്തിയിട്ടാകുമ്പോൾ വെള്ളം കിണറിൻ്റെ അടിയേ പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പം ഇതാണ് ആദ്യം കുത്തിയ കിണർ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം നിറഞ്ഞതാണ്, ഇതിൻ്റെ അടിയിലെ വെള്ളം പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ വെള്ളം കിട്ടാതെ വന്ന സമയത്ത് മറ്റൊരു കിണർ കൂടെ കുത്തിയായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഉണ്ടോ, കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം നിറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടോ, അതിൻ്റെ പകുതിക്കുള്ളൊരു പൊത്തുണ്ട്, അവിടെ നിന്ന് വെള്ളം ഉറവായിട്ട് ചാടുന്നുണ്ട്. വലിയ മഴ വരുമ്പോൾ, വലിയ മഴയെല്ലാം വരുന്ന സമയത്ത് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വരും. അത് നിങ്ങളെ കാണിക്കാം. ആ വെള്ളം വന്ന ചാലാണ് കാണുന്നത്. ഇതിപ്പോൾ ഇവിടെ നിറഞ്ഞ് ഈ കിണറ്റിലെ വെള്ളം ഇങ്ങോട്ടാവും, ഇതുവഴി അങ്ങ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം പോകുന്നുണ്ട്. ഇത് ട്യൂബിൽ നിന്ന് പോകുന്ന വെള്ളം. ഇതാ കിണർ നിറഞ്ഞിട്ട് അവിടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് വഴി പോകുന്ന വെള്ളമാണ്. അതെങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതൊന്നുമല്ല വെള്ളം. പെരുമഴ വരുമ്പം ഒരു തോട് കണക്കി ഒഴുകും, ഇങ്ങനെ തോട് കണക്കി ഒഴുകും. പിന്നെ ഇതിൻ്റെ കഴിഞ്ഞ വർഷം വരെ ഇതിലായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. പിന്നെ വെള്ളം വിടാൻ ഒരു പാത്തി പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കല്ല് വെച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മഴയ്ക്ക് ഈ ഉറവ അങ്ങോട്ട് മാറി, ഈ കിണറിൻ്റെ ലെവലിലായി. ഇതിലാണ് വെള്ളം ചാടുന്നത്. അത് ഞാൻ നിങ്ങൾ അതിലേ പോയിട്ട് കാണിച്ചു തരാം. ശരിക്കും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. കുറേ വർഷങ്ങൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നായിരുന്നു വെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് കിണർ കുത്തിയത്. കിണർ കുത്തിയിട്ടാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൂടെ വെള്ളം പോകുകയാണ്, കിണറിൻ്റെ അടിയേ വെള്ളം പോവുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് രണ്ടാമതൊരു കിണറൂടെ കുത്തി. അപ്പോൾ അതിനും ഇതേ പ്രശ്നമാണ്, വെള്ളം അടിയിൽ നിൽക്കുന്നില്ല, അടിയൊഴുക്കുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് രണ്ട് കിണർ കുത്തിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഉറവ ഇതാണ്. ഇതിനകത്തിപ്പോൾ വെള്ളമില്ല. ഇതിപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് കുഴിയാണിത്. ഉണ്ടോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ വെട്ടക്കുറവുണ്ട് ഇവിടെ. ഇതാ പെരുമഴയൊക്കെ വരുന്ന സമയത്ത് ഇതിനടിയിലെ വെള്ളം ഇങ്ങനെ പൊങ്ങും. ഇവിടെ എല്ലാം ഒരു മലയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങ് ഒരു 2-2.5 കിലോമീറ്ററെല്ലാം പോയി കഴിഞ്ഞാൽ കൊട്ടത്തലശ്ശേരി മലയായി. ഒരു മലയുടെ അടിഭാഗമാണിത്. അപ്പോൾ ഇവിടെ വെള്ളം പൊങ്ങും. പെരുമഴയത്തേ ഉള്ളൂ. ഒരു ദിവസമൊക്കെ നിന്ന് പെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വെള്ളം പൊങ്ങും. അപ്പോൾ ഇത് വെള്ളം ഇങ്ങനെ പോകും. ആദ്യമേ ആ ചാല അവിടെയായിരുന്നു, ആ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നീട് ഇവിടെ ഇങ്ങോട്ട് മാറി ആ ചാല്. ഇവിടെ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വീഴുന്നത് കിണറ്റിലേക്കാണ്. കണ്ടോ, അത് കിണറാണ്, ഡയറക്റ്റ് കിണറ്റിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 കിണർ അടുപ്പിച്ച് ഒരു 2.5-3 മീറ്റർ ഡിസ്റ്റൻസിലാണ് 2 കിണറും ഉള്ളത്. 2 കിണറുണ്ടെങ്കിലും വേനൽക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. ഇത് കൂടാതെ ഞങ്ങൾക്ക് താഴെ ഒരു കുളമുണ്ട്. പക്ഷേ കുളം താഴെ ആയതുകൊണ്ട് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ വീഴുന്ന വെള്ളം ഈ കിണറിൻ്റെ അടി ഷീറ്റ് മേടിച്ചിട്ടിട്ട് അതിൽ സ്റ്റോർ ചെയ്യുകയാണ്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴും അതിങ്ങനെ ഞണ്ടെല്ലാം വന്നിട്ട് ഇങ്ങനെ തുളയ്ക്കും. അപ്പോൾ ഒരു വർഷം 2 പ്രാവശ്യമൊക്കെ ചിലപ്പം ഷീറ്റ് മാറ്റേണ്ടതായിട്ട് വരും. ഇതാണ് ഞങ്ങളുടെ കിണർ. മോട്ടർ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അത് അങ്ങോട്ട് അവിടെ വീട് വരുന്നത്. അങ്ങനെയാണ് സംഭവം. ഇനി ആ കുളം ഞങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റംബൂട്ടാൻ. ഒരു മരമുള്ളൂ കേട്ടോ. ഈ വർഷമാണത് കായ്ച്ചത്. ചെറിയതാണ്, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോവാണ്. അധികം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കണ്ടതെല്ലാം പൊട്ടി കേടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. ചെറിയൊരു വീടാണ്. ഇതൊരു ഷെഡ്, പഴയ തൊഴുത്തായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ അവിടെ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് കെട്ടിയേക്കണം.
മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറമ്പ് മുഴുവൻ വെള്ളമായിരിക്കും കേട്ടോ. വീടിൻ്റെ പുറകിലെല്ലാം ഇങ്ങനെ ഈണ്ടി ഉണ്ടല്ലോ, അവിടെ എല്ലാം ഉറവയായിരിക്കും, ഫുള്ള് വെള്ളം ചാടുന്നതാണ്. ഈ ഏരിയയിൽ ഞങ്ങളുടെ പറമ്പിൽ മാത്രമാണ് ഇതുപോലെ വെള്ളം വരുന്നത് കേട്ടോ. ശരിക്കും ഒരു ദിവസമൊക്കെ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വെള്ളം വരും. അതാണ് അവസ്ഥ. പിന്നെ ഇതിലെല്ലാം ഇപ്പോഴും ചെറിയ ഉറവകളൊക്കെ ഉള്ളതുകൊണ്ട് ആ വെള്ളങ്ങളൊക്കെ ഇതിൽ ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് JCBക്ക് കുത്തിയതാണ്. അന്ന് ഇതുപോലെ എന്തോ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പണ്ട് വെള്ളം പൊങ്ങുന്ന ഒരു കുഴിയായിരുന്നു. അന്നേരം JCB ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാന്തി നോക്കിയത്. അന്നേരം ഇഷ്ടംപോലെ വെള്ളമെല്ലാം കിട്ടി. പിന്നെ ഒരു 2-3 വീട്ടുകാർ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് എടുക്കൽ റിസ്ക്കാണ്. മോട്ടോർ വെച്ചിട്ട് അത് കാണിച്ചു തരാം. പിന്നെ ഞാനങ്ങനെ യൂട്യൂബിൽ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ആളൊന്നുമല്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഇടുന്നൊന്നും അല്ലാതെ. നമുക്ക് വേറെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. പിന്നെ ഡിവോഷണൽ സോങ്ങുകളൊക്കെ ചെയ്യുന്നൊരു ചാനലുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കുളം. അതിപ്പം മൂടിയിട്ടേക്കുക. അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം കണ്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കിണറ്റിലെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ആ പൈപ്പ് വഴി ചാടിയിട്ട് പറമ്പ് വഴി ഇങ്ങനെ വരികയാണ് കണ്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം പോകാനൊരു ചാലുണ്ട്. അത് അതിലേ അങ്ങ് പോകും താവോട്ട്. കുളം ഇതാണ്. കുളം മൂടിയിട്ടിട്ടുണ്ടെന്ന് കാണാൻ പറ്റില്ല. കുളം നിറഞ്ഞു കിടക്കുക. ഈ കുളത്തിൻ്റെ ഇവിടെ ഒരു പൊത്തുണ്ട്, ഒരു അള്ളു പോലെയുണ്ട്, ഒരു ഗർത്തം. എന്നിട്ട് അതിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ മാന്തിയത്. അപ്പോൾ അത് ബ്ലോക്കായി. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വരും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു മലയ്ക്ക് ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എല്ലാവരുടെ കിണറിൻ്റെ അടിയിലും ഉണ്ടാകും ഒരു ഗുഹ. വെള്ളം അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ അടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സെറ്റപ്പൊന്നും ഞങ്ങളുടെ ഏരിയയിലില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരുടെ കിണറ്റിലും ഉള്ള അവസ്ഥ ഇതാണ്. വെള്ളം അടിയേ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, മറ്റെന്ത് സംഭവിച്ചാലും ഇവിടെ ഒരു ഉരുൾപൊട്ടലൊന്നും ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടാവില്ല എന്ന്. അതൊരു വിശ്വാസമാണ്, പറയാൻ പറ്റില്ല. കാരണം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. വെള്ളം ഭൂമിക്കടിയിൽ സ്റ്റോർ ചെയ്തിട്ട് അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രഷർ ചെലുത്തി അങ്ങനെ വരുന്നതാണ് ഉരുൾപൊട്ടൽ. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു മലയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാവരുടെ കിണറ്റിലും വെള്ളം നിൽക്കുന്നൊരു സെറ്റപ്പ് ഇല്ല, അടിയൊഴുക്കാണ്. അതങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. ഇപ്പം ഒരു മഴ തുടങ്ങി, നന്നായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നതല്ല, യൂട്യൂബിൽ വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ദൂരെ കാണുന്ന മല കണ്ടോ, ദൂരെ ഒരു മല കാണുന്നുണ്ട് നിങ്ങൾ. അതാണ് കർണാടക ഫോറസ്റ്റാണ്. അവിടുന്ന് ഈ ഒരു മല കാണുന്നില്ലേ, അതിൻ്റെ അവിടെ വേറൊരു മലയും കൂടെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെയായിട്ടാണ് ഈ തലക്കാവേരി അമ്പലമൊക്കെ വരുന്നത്. കർണാടക തലക്കാവേരി ആ ഭാഗം അവിടെ വരുന്നത്. ഫോറസ്റ്റൊക്കെ നല്ല കോട കയറി കിടപ്പുണ്ട്. അവിടെ മഴയാണ് തുടങ്ങി. ഇവിടെ എന്തായാലും മഴ തുടങ്ങി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഡെയിലി ഒന്നും വീഡിയോ ചെയ്യുന്നതല്ല, ഒരു തോന്നലല്ലേ ചെയ്യുന്ന കേട്ടോ. കുറേ ചെടികളൊക്കെ ഉണ്ട്, കേട്ടോ. ഇതൊരു വയലറ്റ് കളർ പൂ വരുന്നൊരു ചെടി, അങ്ങ് വളർന്ന് ചെടിയായിട്ട് വെച്ചാൽ ഇപ്പോൾ ഒരു മരമായി മാറിയത്. അത് പിന്നീട് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതാണ് നമ്മുടെ ചെറുക്കനവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർജറിയൊക്കെ ആയിട്ടൊരു 10-20 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇവനെ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലെ പയ്യനെ വിളിച്ചിട്ട് സംഭവം സ്റ്റാർട്ടൊക്കെ ആക്കി ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി നല്ല സെറ്റാക്കി വെച്ചേക്കാം ചെറുക്കൻ അങ്ങനെ ഒന്ന് കുളിച്ച്. അതിങ്ങനെ തുണിയൊക്കെ ഇടാനൊരു ഷെഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വീട് ഇതാണ് ഞങ്ങളുടെ വീട്. ചെറിയ വീടാണ്, അധികം സ്പേസ് ഒന്നുമില്ല. പറഞ്ഞു തീർന്നില്ല, പെരുമഴ തുടങ്ങി കേട്ടോ. പെരുമഴയാണ് അവിടെ. വീഡിയോയിൽ കാണാവോന്നറിയില്ല, പെരുമഴയാണ്. സൗണ്ട് കേൾക്കാമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക്. ഇത് വീഡിയോ കോണിൻ്റെ ഒരു വിഷയം, അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ.
ഏറ്റവും മഴയാണ്. വെള്ളം വീഴുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല മഴയാട്ടോ. ഇതോ